അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇത് വളരെ കൃത്യമായ ഒരു 10 വർഷത്തെ പിണറായി വിജയൻ LDF ഭരണവും പിണറായി വിജയൻ സർക്കാരും LDF സർക്കാരും അതുപോലെ ഒരു മാസം പിന്നിട്ട VD സതീശൻ എന്ന മുഖ്യമന്ത്രിയും UDF ഭരണവും എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നതിനെ സംബന്ധിച്ച ഒരു താരതമ്യത്തിന് വളരെ കൃത്യമായി മറ്റു പലതും എന്ന പോലെ കുറെ കൂടി ശക്തമായി ഇടവരുത്തുന്നതാണോ? കൃത്യമായി ആ കരാറിൽ പറയുന്നത് 26%, അത് ഉടമസ്ഥത കൈമാറ്റം പോലെ തന്നെ വരും. ഓഹരി കൈമാറ്റം സംഭവിക്കുന്നു എങ്കിൽ ഈ പോർട്ട് കേരളത്തിൻ്റേതാണ്, സംസ്ഥാന സർക്കാരിൻ്റേതാണ്. ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത് 5595 കോടിയാണ് ചെലവഴിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഞാനിത് കഴിഞ്ഞ വർഷത്തെ കണക്കുകളാണ് ഞാനീ പറഞ്ഞത്, ചെലവഴിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ആ പോർട്ടിൽ ഈ 49% ഷെയറാണ് ഈ ഇൻ്റർനാഷണൽ കമ്പനി എടുത്തിട്ടുള്ളത്. ആ കരാറിൽ പറയുന്ന മുൻകൂർ അനുമതി വാങ്ങണം എന്നാണ്. നോക്കൂ, ഞാനിപ്പോൾ കാട്ടിത്തരാം. അദാനി പോർട്സ് ഇതുമായി ബന്ധപ്പെട്ട പ്രസ് റിലീസ് ഇറക്കി. ആ പ്രസ് റിലീസിലൂടെ അവർ ഇത് പ്രഖ്യാപിച്ചു. അദാനി പോർട്സും MSE ഗ്രൂപ്പും ദീർഘകാല പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നു. MSEയുടെ ടെർമിനൽ വിഭാഗമായ TIL വിഴിഞ്ഞം തുറമുഖത്തിൽ 49% ഓഹരി ഏറ്റെടുക്കും. ആകെ ഇടപാട് മൂല്യം ഇത്ര, അതിലേതാണ്ട് 13,000 കോടി രൂപ അവർ നിക്ഷേപിക്കും. TIL, ഈ MSEയുടെ ടെർമിനൽ വിഭാഗമായ TIL എന്ന് അദാനി പോർട്സ് വാർത്താക്കുറിപ്പിറക്കി ആ തീരുമാനം പറയുകയാണ്. കരാർ പറയുന്നത് എന്താണ് ലാൽകുമാർ? അതായത് മുൻകൂർ അനുമതി വാങ്ങിച്ച് മാത്രമേ ഇത്തരം തീരുമാനങ്ങളിലേക്ക് പോകാൻ കഴിയൂ. അതിന് നേരെ ഘടകവിരുദ്ധമാണ്. അദാനി പോർട്സ് വാർത്താക്കുറിപ്പിറക്കി അത് ഡിക്ലെയർ ചെയ്യുന്നു. എന്താണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്? അത് എന്നിട്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അദാനി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമായി മുന്നോട്ട് പോകുന്ന കാര്യം ആ വിൽപ്പന ഡീലുമായി ബന്ധപ്പെട്ട ഓഹരി വിൽപ്പന ഡീലുമായി. എന്നിട്ടും മുഖ്യമന്ത്രി ഇത് അറിഞ്ഞിട്ടില്ല, സർക്കാർ അറിഞ്ഞിട്ടില്ല. മുൻകൂർ അനുമതി വാങ്ങി മാത്രമേ ഈ തീരുമാനം എടുക്കാൻ കഴിയൂ. അങ്ങനെ എടുത്താൽ മാത്രമേ ഈ വാർത്താക്കുറിപ്പ് ഇറക്കാൻ കഴിയൂ. ഇത് പിണറായി സർക്കാർ, LDF സർക്കാർ, സതീശൻ എന്ന മുഖ്യമന്ത്രി സതീശൻ സർക്കാർ ഒരു താരതമ്യത്തിലേക്ക് പോവുകയാണോ യഥാർത്ഥത്തിൽ? കഴിഞ്ഞ 10 വർഷം ഈ വാല്യുവേഷൻ വിഴിഞ്ഞത്തു കൂടിയിട്ടും ആ സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനൊരു ഷെയർ ട്രാൻസാക്ഷൻ, ഷെയർ കച്ചവടം നടത്താൻ അദാനി താല്പര്യപ്പെട്ടിട്ടേയില്ല, ശ്രമിച്ചിട്ടേയില്ല. ലാൽകുമാർ, അല്ല, ഇവിടെ ഒരു വിഷയം മാത്രമല്ല. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ നടന്നിട്ടുള്ള പല വിഷയങ്ങളിലും ഡീലാണോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഫെയർ ക്രിറ്റിസിസം നടത്തിയാൽ ആ ഫെയർ ക്രിറ്റിസിസത്തിന് ആൻസർ പറയാൻ ഏറ്റവും അഗ്രസീവായിട്ടുള്ള മുഖ്യമന്ത്രി എല്ലാ ചോദ്യങ്ങൾക്കും, അനിൽകുമാർ പറഞ്ഞല്ലോ, എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം കയ്യിലുള്ള, നമ്മൾ അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെയൊക്കെ ശരീരഭാഷ, അത് സാധാരണഗതിയിലൊരു രാഷ്ട്രീയ പ്രസംഗം നടത്തുന്ന ശരീരഭാഷയിലാണ് അദ്ദേഹം ഇടപെടുന്നത്. അദ്ദേഹം എവിടെയൊക്കെയോ അതൊരു ലോ മേക്കിംഗ് ബോഡിയാണ് എന്ന് മറന്നു പോകുന്നുവെന്ന് എനിക്ക് സംശയം. കൈ ചൂണ്ടിയൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യം. പക്ഷേ അതിനകത്തൊരു അദ്ദേഹത്തിൻ്റെ അഗ്രഷൻ, അദ്ദേഹം സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു പൊസിഷന് വേണ്ടിയിട്ടുള്ള അഗ്രസീവ്ലി ഡിഫൈൻഡ് ചെയ്യാനുള്ള ഒരു ശ്രമം, ഡിഫെൻഡ് ചെയ്യാനുള്ളൊരു ശ്രമം അദ്ദേഹം നടത്താറുണ്ട്. നോക്കൂ, ആദ്യത്തെ കേരളത്തിൽ വന്ന വിഷയങ്ങൾ പലതാണ്. അതിനകത്ത് ഇപ്പം അദാനിയുമായി ബന്ധപ്പെട്ട് വന്ന വിഷയത്തിൽ എന്താണ്? ഒരു യൂണിലാറ്ററൽ ഡിക്ലറേഷനാണ് അദാനി വരുത്തുന്നത്. അദാനി സെയിങ് അവർ വിൽക്കാൻ പോവാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഈ എഗ്രിമെൻറ്റിൻ്റെ പ്രീ കണ്ടീഷനുകളിലൊന്നാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ പെർമിഷൻ വേണം. എന്താണ് സ്റ്റേറ്റിൻ്റെ പെർമിഷൻ വേണമെന്ന് പറയുന്നതിന് കാരണം? ഒന്ന്, ഇത് നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ്. നമ്മുടെ സർക്കാരിൻ്റെ പോർട്ടിൽ ഇപ്പോൾ നോക്കൂ, നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള പല കാര്യത്തിനും അലിഗേഷൻസ് വരുന്ന ഒരു പോർട്ട് ഗുജറാത്തിലെ പോർട്ടാണ്. ആരാ ഓൺ ചെയ്യുന്നത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഇവരുടെ ഓണർഷിപ്പിലേക്ക് പോകുമ്പം എന്തൊക്കെ രീതിയിൽ ഡിസ്പ്യൂട്ട് വരാം, ഏതൊക്കെ രീതിയിൽ അത് നാഷണൽ സെക്യൂരിറ്റിയെ അഫക്റ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ പല ഘട്ടങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ, ഇപ്പോൾ ഏത് സർക്കാരാകട്ടെ, നമുക്ക് ഇപ്പോൾ ഒരു മോഡലുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പ്രതിബദ്ധത നിങ്ങൾക്കുണ്ട്. അതിനെ ടോപ്സി ടേർവി ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉണ്ടായി വന്നിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് അദ്ദേഹത്തിന് ഉത്തരവില്ല. നോക്കൂ, കേരളത്തിൽ ഒരു കോൺഗ്രസ്സുകാരനോട് ചോദിക്കുക, എന്തിനാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം റിസൾട്ട് വരുന്നതിന് മുമ്പ് മംഗലാപുരത്തേക്ക് VD സതീശൻ യാത്ര ചെയ്തത്? അവർക്ക് ഉത്തരവില്ല. ആത്മാർത്ഥമായിട്ട് അവർക്ക് ഉത്തരവില്ല എന്നുള്ളതാണ് സത്യം. കാരണം VD സതീശൻ പോയത് എന്തിനാണെന്ന് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയെ മൊത്തത്തിൽ ചാക്കിലാക്കി വിൽക്കുന്ന ഡീലുകൾക്കാണ് പോയത് എന്നുള്ള വിമർശനം വരുമ്പോഴും
അദ്ദേഹം മിണ്ടാതിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞെന്താ, ആര്യാട മുഹമ്മദിൻ്റെ ഏതോ ബന്ധുവിനെ കാണാൻ, ആര്യാട മുഹമ്മദിൻ്റെ ബന്ധുവിനെ കാണാൻ ചാർട്ടർ ഫ്ലൈറ്റിൽ അവിടെ പോയിരിക്കുകയാണ്. ആര്യാടൻ്റെ വീട്ടിൽ പോയിട്ടില്ല ഇതുവരെ. അതാണ് അവസ്ഥ. ഇതൊക്കെ നമ്മൾ പറയുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കാർക്ക് നമുക്കൊരല്പം കോമൺ സെൻസ് ഉണ്ടെന്ന് നമ്മളെങ്കിലും കരുതുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് നമുക്കിത് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. അത് വി ഡി സതീശന് മനസ്സിലാകുന്നില്ല. ഈ പറയുന്ന പ്രശ്നം, ഇതിനകത്ത് രസം എന്നാന്ന് വെച്ചാൽ ഈ വിഷയം ഇപ്പോഴും താലോലിക്കപ്പെടുകയും ഈ വിഷയം ഡിസ്പ്യൂട്ട് ആകാതിരിക്കുകയും ഈ വിഷയം ഒരു എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം അദ്ദേഹത്തിനോട് ശക്തമായി സമൂഹത്തിൽ നിന്ന് ചോദ്യം വരാത്തതിനും കാരണം കേരളത്തിലെ മാധ്യമപ്രവർത്തകരും മാധ്യമവുമാണ്. അത് ശരത്തേട്ടൻ്റെ വർഗത്തിലുള്ള ആൾക്കാർ ഈ ചോദ്യം കൺസിസ്റ്റൻ്റ്ലി അദ്ദേഹത്തിനോട് ചോദിക്കാൻ മടിക്കുന്നു. കാര്യം അദാനി എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇദ്ദേഹം ഡീൽ ചെയ്യപ്പെട്ടിരിക്കുന്ന ഇൻഡസ്ട്രീസ് അവർക്കും താല്പര്യപ്പെട്ടവരാണ്, കോർപ്പറേറ്റുകളാണ്, അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രീസാണ് മൂലധനം കയ്യിൽ വെക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്, പരസ്യ വരുമാനങ്ങളുണ്ട്, പല വിഷയങ്ങൾ അതുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അവരതിലൊരു അഭിപ്രായം പറയില്ല. ഇതാണ് ഇതിനകത്തെ അടിസ്ഥാനപരമായ കാര്യം. പക്ഷേ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണോ കേരളത്തിൽ കേരളത്തിനെ തൂക്കി വിൽക്കത്തക്ക രീതിയിൽ ഓരോ കാര്യങ്ങൾ എടുക്കുന്നുണ്ടോ എന്നുള്ളത് സത്യസന്ധമായ കാര്യമില്ലേ? ഇപ്പോൾ ബക്കാഡിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നോക്കൂ. ബക്കാഡിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമ്മൾ CPM-ൻ്റെ വിമർശനം, ഗോതമാഷ്ക്ക് കിട്ടിയ ലെറ്റർ എന്നൊക്കെ പറയുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. UDF-ൽ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ്, UDF-ൻ്റെ മദ്യനയം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അത് ശരവേഗത്തിൽ ഈ പറയുന്ന ഫയൽ നീക്കുകയും അത് മുഖ്യമന്ത്രി അതിനകത്ത് ഒരു ഇടപെടൽ നടത്തുകയും ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? അദ്ദേഹം ഇങ്ങനൊരു കാര്യം വെക്കുന്നത് വഴി ആർക്കാണ് നോക്കൂ, സോഷ്യൽ പ്ലെയേഴ്സ് പല ആൾക്കാരുണ്ടല്ലോ, സോഷ്യൽ ഗ്രൂപ്പുകൾ, സഭകൾ, ജാതി സംഘടനകൾ. ഇതിനകത്ത് ആരെങ്കിലും ഒരൊറ്റ ഒരാൾ വി ഡി സതീശൻ്റെ കൂട്ടത്തിൽ വി ഡി സതീശൻ അല്ലാതെ, അല്ല കെ മുരളീധരൻ നിന്ന പോട്ടെ, വേറെ ആരെയും ഒരാൾ അദ്ദേഹത്തിനോടൊപ്പം നിന്നില്ല, നിൽക്കില്ല. VM സുധീരൻ നിന്നില്ല. വേറെ ആരാ നിന്നത്? M ലിജു അറിഞ്ഞിട്ട് പോലുമില്ല, വകുപ്പ് മന്ത്രി. അപ്പം പല കാര്യങ്ങളിലും, ഇത് മാത്രമല്ല പല കാര്യങ്ങളിലും ഈ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വി ഡി സതീശൻ ആർബിട്രറി ആയിട്ട് ഇടപെടുകയും അദ്ദേഹം സംഘപരിവാർ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, സംഘപരിവാർ താല്പര്യമാണ് യഥാർത്ഥത്തിൽ പലയിടത്തും സംരക്ഷിക്കപ്പെടുന്നത്. ഇന്നിപ്പോൾ നോക്കൂ, ഇലക്ട്രൽ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ, ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അപ്പോയിൻമെൻറ്റ് എന്തായാലും ആക്കി കഴിഞ്ഞിരിക്കുന്നു. PM നിയാസ് എന്താ പറഞ്ഞിരിക്കുന്നത്? PM നിയാസ് പറഞ്ഞതിനെ എല്ലാം റദ്ദ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് സന്ദർശനാനുമതി കൊടുക്കാതെ കാര്യങ്ങൾ തീരുമാനം ഗവർണർ ഒപ്പുവെച്ചു. ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഈ പ്രവൃത്തി നടത്തുന്നത്? നിങ്ങൾ കോൺഗ്രസിൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയിട്ടല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് കോൺഗ്രസ്സുകാരുടെ ഐഡിയ വെളി വരാനായിട്ടല്ലേ? ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ലേ ഭരണം നടത്തുന്നത്? ഇത് നാട്ടുകാരെ ബോധ്യപ്പെടുത്തത്തക്ക രീതിയിൽ ഒരാളെ വി ഡി സതീശൻ പറയുന്നത് KM ഷാജി മുസ്ലിം ലീഗും മാത്രം വിശ്വസിക്കുന്നൊരവസ്ഥയിലേക്ക് മാറി. കാര്യം എന്താണെന്നറിയോ? അവർക്ക് സതീശൻ ഒരു ബാധ്യതയായി മാറി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്യുന്ന കാര്യം മുഖ്യമന്ത്രി വി ഡി സതീശനെ ആക്കാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചത്, പ്രവർത്തിച്ചത് മുസ്ലിം ലീഗ് ആയതുകൊണ്ട് ലീഗിന് ഇപ്പം ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ ബാധ്യതകളും എടുത്ത് തലയെ വെക്കേണ്ട ഒരു സാഹചര്യം കൂടെ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ലീഗുകാരോടൊന്ന് സംസാരിച്ചാലും മനസ്സിലാവും. ലീഗിൽ പല ആൾക്കാർക്കും ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയോടോ ഈ ചേഷ്ടകളോടോ ഒന്നും ഒരു താല്പര്യവുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഒരു ലാർജർ ഡീലിൻ്റെ ഭാഗമായി, പല എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായി ഉണ്ടായി ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു വിഷയമാണെന്നും അത് ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ വലിയ രീതിയിൽ ഇത് പുറത്തു വരുമെന്നും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നതെന്നും എനിക്ക് ഉറപ്പാണ്. പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന സാധനം വളരെ ഗൗരവത്തിൽ കേരളത്തിൽ നടക്കും. പ്രൈവറ്റ് ഇൻഡസ്ട്രീസിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തും. ഇവിടെ മാധ്യമങ്ങളൊന്നും മിണ്ടില്ല. ആകെപ്പാടെ ഒരു കൈരളിയുണ്ട്, കൈരളിയെടുക്കുക അദ്ദേഹം മിണ്ടത്തുമില്ലാത്ത സാഹചര്യമായിരിക്കും നടക്കാൻ പോകുന്നത്. മാധ്യമപ്രവർത്തകർ ഒന്നും ചോദിച്ചില്ല. ചില മാധ്യമപ്രവർത്തകർ ഇപ്പം അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൽ തന്നെ കയറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ അവരെന്തിനു വേണ്ടിയിട്ട് പണിയെടുത്തെന്നുള്ള പോട്ടെ. കോൺഗ്രസിൽ ഓക്കെ, ലാൽ പറഞ്ഞത് വെച്ചിട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല മറ്റ് മന്ത്രിമാരുടെ ഓഫീസുകളിലേക്കും മാധ്യമപ്രവർത്തകർ വരിയായി ഒരുപാട് പോകുന്നുണ്ട്. അതൊക്കെ അവരവരുടെ വ്യക്തിപരമായ താല്പര്യം. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നിരന്തരം ഈ ഇടതുപക്ഷ വിരുദ്ധത പേറുന്ന ചാനൽ ചർച്ചയിലെ സ്ഥിരം മുഖമായ ആളുകൾക്ക് പോലും ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട്, ഈ ഡീലുമായി ബന്ധപ്പെട്ട് ഇതിലൊരു സുതാര്യതയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുതേണ്ടി വരുന്ന നിലയുണ്ട്. അതുപോലെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്നത് ഇങ്ങനെ വളരെ സ്വപ്നം കണ്ടൊരു ചലച്ചിത്ര സംവിധായകൻ അക്കാലത്തിട്ട പോസ്റ്റും ഇപ്പോൾ ഇട്ട പോസ്റ്റും ഒറ്റ മാസം കഴിഞ്ഞ് വരുന്ന പോസ്റ്റും ഒക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ താരതമ്യം ചെയ്യുന്നുണ്ട്. അതായത് 45 മിനിറ്റ് പച്ച പാതിരാത്രിക്ക് പവർ കട്ടാണ് എന്ന് പറയുന്ന, അതും മഴക്കാലത്ത് പവർ കട്ട് നമുക്ക് ശീലമാക്കിയ അങ്ങനൊരു വിസ്മയം നമുക്ക്
സമ്മാനിച്ചത്. നമ്മൾ കൊടും ചൂടിൽ വേനൽക്കാലത്താണ് ഈ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒക്കെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ മഴക്കാലത്ത് നല്ല മഴ പുറത്ത് പെയ്യുമ്പോൾ അകത്ത് കൂരിരുട്ടാണ്. അപ്പോൾ അങ്ങനെ അതും പച്ച പാതിരാത്രിക്ക് ഒന്ന് ലോകകപ്പിൽ ഒരു മത്സരം കാണാനിരിക്കുമ്പോഴായിരിക്കും ഡിം കറണ്ട് പോകുന്നു. ഇങ്ങനെയുമൊക്കെ ഈ വിസ്മയം നമ്മളെ പഠിപ്പിച്ച അവസ്ഥയിൽ ആ ചലച്ചിത്ര സംവിധായകനും വല്ലാതെ നിരാശപ്പെടുന്നത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യാൻ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം.